അമേരിക്കയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസ് പുറത്തുവിട്ട 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഇറാനുമായുള്ള സൈനിക നീക്കം ശക്തമാകുന്നതിനിടെ അമേരിക്കൻ പ്രതിരോധ ബജറ്റ് റെക്കോർഡ് നിരക്കായ 1.5 ലക്ഷം കോടി ഡോളറായി ഉയർത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം കാണുന്ന ഏറ്റവും വലിയ സൈനിക ചെലവ് വർധനവാണിത്. നിലവിലെ പ്രതിരോധ ചെലവിൽ നിന്ന് ഏകദേശം 44% വർധനവാണ് ഒറ്റയടിക്ക് വരുത്തിയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിനായി വൻ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനവും എന്നാൽ അതിനേക്കാൾ വിപുലവുമായ ഈ സംവിധാനം ഹൈപ്പർസോണിക് മിസൈലുകളെ പോലും തകർക്കാൻ ശേഷിയുള്ളതാണ്. ഇതിന്റെ ഭാഗമായുള്ള ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകൾക്കും ഇന്റർസെപ്റ്ററുകൾക്കുമായി അടുത്ത 20 വർഷത്തിനുള്ളിൽ $542 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്നത്. കടലിൽ ചൈനയുടെ ആധിപത്യം തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ നാവികസേനയെ അടിമുടി പരിഷ്കരിക്കും. ആധുനിക മിസൈൽ സംവിധാനങ്ങളുള്ള പുതിയ തരം യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കും. ഒരു കപ്പലിന് മാത്രം $18 ബില്യൺ ചെലവ് വരും. അമേരിക്കൻ കപ്പൽ നിർമ്മാണശാലകളെ പുനരുജ്ജീവിപ്പിക്കാൻ $65.8 ബില്യൺ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധമുഖത്തുള്ള സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനായി അവരുടെ ശമ്പളത്തിൽ 7% വർധനവ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാൻ യുദ്ധത്തിനായി നേരത്തെ ആവശ്യപ്പെട്ട $200 ബില്യൺ ഈ ബജറ്റിന് പുറമെയാണെന്നതും ശ്രദ്ധേയമാണ്. പ്രതിരോധത്തിനായി പണം കണ്ടെത്താൻ ആഭ്യന്തര മേഖലയിലെ പ്രധാന പദ്ധതികളിൽ ട്രംപ് വൻ വെട്ടിക്കുറയ്ക്കൽ നടത്തും. കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം, പരിസ്ഥിതി, ഭവനം തുടങ്ങിയ മേഖലകളിലെ ഫണ്ട് വെട്ടിക്കുറയ്ക്കും. നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. ഈ സമയത്ത് ശിശു സംരക്ഷണത്തിനും മറ്റും പണം ചെലവാക്കാൻ കഴിയില്ല എന്നാണ് ട്രംപിന്റെ വിചിത്രമായ വാദം. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഏറ്റെടുക്കട്ടെ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ മെഗാ ബജറ്റ് നടപ്പിലാക്കണമെങ്കിൽ US കോൺഗ്രസിന്റെ അംഗീകാരവും ആവശ്യമാണ്. ഡെമോക്രാറ്റുകൾ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാണ്. ഈ ബജറ്റ് രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ചക്ക് ഷൂമർ പ്രതികരിച്ചത്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും ട്രംപിന്റെ ശക്തമായ അമേരിക്ക എന്ന നയത്തെ പിന്തുണയ്ക്കുന്നു. ആഭ്യന്തര വികസനത്തെക്കാൾ സൈനിക ശക്തിക്ക് മുൻഗണന നൽകുന്നതിലൂടെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി അമേരിക്കയെ വീണ്ടും പ്രതിഷ്ഠിക്കാനാണ് ട്രംപിന്റെ നീക്കം. ഇത് ഇറാനുമായുള്ള യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നതിന്റെ സൂചന കൂടിയാണ്.